സോ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കമൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. കമൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ജാവ പ്രോഗ്രാം എഴുതി ആ കോഡ് മറ്റൊരാൾക്ക് കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ചില കാര്യങ്ങൾ അതിലെഴുതിയ കാര്യങ്ങൾ മനസ്സിലാവേണ്ടതുണ്ട്. സോ നമ്മൾ എഴുതിയ കോഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ കമൻസ് എന്ന് പറയുന്നത്. കമൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. സോ ഉദാഹരണമായി ഞാനിവിടെ ഒരു സിംഗിൾ ലൈൻ കമൻറ്റ് എഴുതുന്നു. സിംഗിൾ ലൈൻ കമൻറ്റ് എഴുതുന്നതിന് നമുക്ക് 2 ഫോർവേഡ് സ്ലാഷ് ഇതുപോലെ കൊടുത്ത ശേഷം നമ്മളിങ്ങനെ എഴുതുന്നു, കോഡ് ഫോർ പ്രിൻറ്റിങ് ഹലോ വേൾഡ്. സോ ഇത് കാണുന്ന ആൾക്ക് മനസ്സിലാവും താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിനാണെന്ന്. സോ നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ പ്രോഗ്രാം എറേഴ്സ് ഒന്നുമില്ലാതെ റൺ ചെയ്തത്. കാരണം നമ്മൾ ഇവിടെ ഈ 2 ഫോർവേഡ് സ്ലാഷ് കൊടുത്തത് കൊണ്ടാണ്. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ റെഡ് കളറിലുള്ള വാർണിംഗ് മെസ്സേജ് വരുന്നതാണ്. സോ സിംഗിൾ ലൈൻ കമൻറ്റ്സ് എഴുതുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ 2 ഫോർവേഡ് സ്ലാഷ് ഉപയോഗിക്കാം. സോ നിങ്ങൾക്ക് ഇനി മൾട്ടി ലൈൻ എഴുതണമെങ്കിൽ, സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഫോർവേഡ് സ്ലാഷ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റാർ എന്ന് കൊടുക്കുക. പിന്നെ താഴോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം ഓട്ടോമാറ്റിക്കായി സ്റ്റാർ സ്ലാഷ് എന്ന് ക്ലോസ് ചെയ്തത്. ഈ ഒരു ബ്ലോക്കിനുള്ളിൽ നമ്മൾ എന്ത് എഴുതിയാലും അത് എക്സിക്യൂട്ട് ആവുന്നതല്ല. സോ ദിസ് ഈസ് എ ജാവ ട്യൂട്ടോറിയൽ. സോ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ഈ ഫോർവേഡ് സ്ലാഷ് സ്റ്റാർ എഴുതി അതിനുശേഷം അവസാനം അത് എൻഡ് ചെയ്യുന്നത് സ്റ്റാർ ഫോർവേഡ് സ്ലാഷ് കൊണ്ട് എൻഡ് ചെയ്യുന്നു. അതിനുള്ളിൽ എഴുതുന്ന എന്തൊരു കാര്യവും നമ്മുടെ ജാവ പ്രോഗ്രാം ഇഗ്നോർ ചെയ്യുന്നതാണ്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളായി റൺ ചെയ്തു. സോ ഇത്തരത്തിൽ നമ്മുടെ കോഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കോഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ കമൻസുകൾ ഉപയോഗിക്കാവുന്നതാണ്.